നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിടപ്പിലായി പോയതിനെ തുടർന്ന് പരിചരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ദുരിത ജീവിതത്തിലായ വൃദ്ധ ദമ്പതികൾക്ക് ആശ്രയമായി ആൽഫ തറവാട്ടിലെ ആശിഷ് കെയർ ഹോം. തൃശൂർ ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശികളായ 78-കാരനായ അബൂബക്കറിനും ഭാര്യ 69-കാരി ഖദീജയ്ക്കുമാണ് ആൽഫ ആശിഷ് കെയർ ഹോം അഭയകേന്ദ്രമായത്. ഗൾഫിലായിരുന്ന അബൂബക്കർ പ്രായമേറിയപ്പോൾ നാട്ടിലെത്തുകയും ചില ബിസിനസ്സിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. തൊട്ടടുത്തുള്ള പള്ളിയിൽ 5 നേരവും ബാങ്ക് കൊടുത്തിരുന്നത് അബൂബക്കറായിരുന്നു. ഇതിനിടെ അബൂബക്കറിനെ ക്യാൻസറും പിടികൂടി. ഇരുവർക്കും മക്കളില്ല. ഭാര്യ ഖദീജ മുട്ടുതേയ്മാനം മൂലം നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായതോടെ കുടുംബം പ്രതിസന്ധിയിൽപ്പെടുകയായിരുന്നു. അബൂബക്കറും കിടപ്പിലായതോടെ ഭക്ഷണം ഉണ്ടാക്കാനോ പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിനോ സഹായിക്കാൻ ആളില്ലാത്ത ദയനീയാവസ്ഥയിലായിരുന്നു ഇരുവരും. പ്രദേശത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ഇടപെടലാണ് ഇവരെ ആൽഫ കെയർ ഹോമിൽ എത്തിച്ചത്. അപേക്ഷ കിട്ടിയതിനെ തുടർന്ന് ആശിഷ് കെയർ ഹോം അന്വേഷണം നടത്തുകയും ഇരുവരെയും ആശിഷിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. ആശിഷിലെത്തിയ ശേഷം വലിയ ആശ്വാസത്തിലാണ് ഇരുവരും. വീൽചെയറിൽ ഇരിക്കാനും പുറത്തെ കാഴ്ചകൾ കാണാനുമായതിന്റെ സന്തോഷത്തിലാണ് അബൂബക്കർ. ആൽഫ പാലിയേറ്റീവ് കെയർ കമ്പാഷനേറ്റ് കേരളം പ്രൊജക്ട് അവലോകന യോഗം നാളെ ആൽഫ തറവാട്ടിൽ നടക്കും. രാവിലെ 8-ന് ആരംഭിക്കുന്ന യോഗത്തിൽ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിക്കും. പ്രൊജക്ടിന്റെ ഭാഗമായി പ്രവർത്തനം തുടങ്ങിയ പുതിയ സെന്ററുകളുടെ പ്രവർത്തനങ്ങളും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ വിവിധ ജില്ലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തും. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർമാർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. അന്താരാഷ്ട്ര രംഗത്ത് മുൻനിര ഡെന്റൽ കെയർ സ്ഥാപനമായ ഡെൻകെയർ ഡെന്റൽ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് മൂവാറ്റുപുഴ ആൽഫ പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴ സെന്ററിന് ഹോം കെയർ വാഹനം സമ്മാനിക്കുന്നു. സ്ഥാപനത്തിന്റെ മൂവാറ്റുപുഴയിലുള്ള ഹെഡ് ഓഫീസിൽ ജൂലൈ 23-ന് രാവിലെ 11-ന് നടക്കുന്ന ചടങ്ങിൽ ഡെൻകെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ കുര്യാക്കോസ് മാരുതി എക്കോ വാഹനത്തിന്റെ താക്കോൽ കൈമാറും. 7 ലക്ഷം രൂപ വില വരുന്ന വാഹനം ആൽഫ പ്രതിനിധികൾ ഏറ്റുവാങ്ങും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.